കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക്കിൽ വൻ കഞ്ചാവ് വേട്ട. കോളേജ് ഹോസ്റ്റലിൽ രാത്രിയാണ് റെയ്ഡ് നടന്നത്. 2 കിലോ കഞ്ചാവ് പിടികൂടി. ഹോളി ആഘോഷങ്ങൾക്കായി കോളേജ് ഹോസ്റ്റലിനുള്ളിൽ ലഹരി സൂക്ഷിക്കുന്നുണ്ട് എന്ന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. അമൽ സുരേന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. ഒരുപാട് കഞ്ചാവ് ഈ ഹോസ്റ്റലിൽ നിന്ന് ഈ പോളിടെക്നിക്കിൽ നിന്ന് പിടിച്ചിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ് എസ് കെ. ഏതായാലും 2 കിലോ കഞ്ചാവാണ് ഇപ്പോൾ ഇന്നലെ രാത്രി പോലീസിന്റെയും ഡാൻസ് സ്റ്റാഫിന്റെയും സംയുക്തമായ പരിശോധനയെ തുടർന്ന് കോളേജിലെ ബോയ്സ് ഹോസ്റ്റലിൽ നിന്ന് കണ്ടെത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോളി ആഘോഷങ്ങൾക്കും മറ്റുമായിട്ട് കോളേജ് ഹോസ്റ്റലിൽ വലിയ തോതിൽ ലഹരിയുടെ ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പോലീസും ഡാൻസ് സ്റ്റാഫും ചേർന്ന് പരിശോധന നടത്തിയത്. ഇതേ തുടർന്നാണ് 3 കുട്ടികൾ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത്. മറ്റു കുട്ടികൾ പോലീസിനെ കണ്ട് ഓടി മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും വെയിറ്റിംഗ് മെഷീൻ അടക്കം ഉപയോഗിച്ചുകൊണ്ട് 2 കിലോ കഞ്ചാവ് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി മാറ്റി വിതരണം ചെയ്യാൻ പാകത്തിന് രൂപമാറ്റം നടത്തുകയായിരുന്നു പോലീസ് വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇതിനെ തുടർന്ന് 3 പേരെ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ ഇവരിപ്പോൾ ഉള്ളത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. ഇന്നലെ രാത്രി 12 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൂടുതൽ പ്രതികൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അറസ്റ്റിലാവാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഏതായാലും കൊച്ചി നഗരത്തിലും കേരളത്തിൽ ഒന്നാക്കിയും പോലീസിന്റെയും ഡാൻസ് സ്റ്റാഫിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തമായ ഒരു നാഴികക്കല്ലായി തന്നെ ഈ ഒരു കഞ്ചാവ് കണ്ടെത്തിയതിനെ കാണാൻ സാധിക്കും. ഈ വിഷയത്തിന്റെ ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് ഇത്തരത്തിൽ വലിയ തോതിൽ ലഹരി പിടിക്കുന്നു എന്നത് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, നമ്മുടെ യുവ തലമുറയെ, വിദ്യാർത്ഥികളെ ഒക്കെ ലഹരിയുടെ വഴിയിലേക്ക് വഴിതിരിച്ചു വിടുന്ന, അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമ സംഭവങ്ങളെല്ലാം ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് കുറെ കൂടി ആ ഒരു വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എസ് കെ എൻ, എത്ര കിലോ കഞ്ചാവ് പിടിച്ചെന്നാണ് അമൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? 10 കിലോയ്ക്ക് അടുത്ത് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അത്രയും കൂടുതൽ കഞ്ചാവ് ഈ കുട്ടികൾ അവിടെ ശേഖരിച്ചു വെച്ചിരുന്നോ? എസ് കെ എൻ, 10 കിലോയുടെ അടുത്ത് ആദ്യം പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് 2 കിലോ എന്നതായിരുന്നു. പിന്നീട് പോലീസിന്റെ സംയുക്തമായ പരിശോധനകൾ, വ്യാപകമായിട്ടുള്ള പരിശോധനയെ തുടർന്ന് മാത്രമാണ് കൂടുതൽ കഞ്ചാവ് ഹോസ്റ്റലിന്റെ മറ്റു മുറികളിൽ നിന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ആദ്യം ഈ പിടിച്ചെടുത്ത പോലീസിന്റെ അറസ്റ്റിലായ 3 പ്രതികളുടെ കയ്യിൽ നിന്ന് 2 കിലോ കഞ്ചാവാണ് ആദ്യം കണ്ടെത്തിയത്. പിന്നീട് മറ്റു മുറികളിൽ നിന്നായാണ് കൂടുതൽ കഞ്ചാവിന്റെ പാക്കറ്റുകൾ കണ്ടെത്തിയത്. എങ്ങനെയാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള കഞ്ചാവ് പാക്കറ്റുകൾ ഇവിടേക്ക് എത്തിയത് എന്നത് സംശയാസ്പദമായ കാര്യമാണ്. അത് സംസ്ഥാനത്തിന് പുറത്തുള്ള ലഹരി മാഫിയയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അല്ലാതെ ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ ഇത്രയധികം ബൾക്കായിട്ടുള്ള ഒരു കഞ്ചാവ് എത്തിപ്പെടാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഏതായാലും പോലീസിന്റെ ഓപ്പറേഷൻ അതീവ രഹസ്യകരമായിട്ടായിരുന്നു ഉണ്ടായത്. പോലീസ് വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടി തന്നെ ഈ വിവരം കൈകാര്യം ചെയ്യുകയായിരുന്നു. പക്ഷേ പോലീസ് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം വ്യാപകമായ രീതിയിൽ കഞ്ചാവ് ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപാരം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് പോലീസിന് പോലും ഒരു പക്ഷേ ഈ ഒരു സെർച്ചിന്റെ ഭാഗമായിട്ട് ആദ്യം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ പിന്നീട് പോലീസ് തന്നെ ഞെട്ടുകയാണ് ഉണ്ടായത്. ഇത്രയധികം കഞ്ചാവ് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ് നമ്മുടെ രക്ഷിതാക്കളെയും മാതാപിതാക്കളെയും ഒക്കെ അങ്ങേയറ്റം ആശങ്കയിലാഴ്ത്തുന്ന വാർത്തയാണ് എസ് കെ എൻ ഇത്. എന്തായാലും വളരെ വളരെ നമുക്ക് പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ ഉണ്ടായിരിക്കുന്നത്. 10 കിലോയോളം കഞ്ചാവ് കുട്ടികൾ സൂക്ഷിച്ചു വയ്ക്കുക. നമുക്കറിയാം, ലോകത്തിൻ്റെ ചില രാജ്യങ്ങളൊക്കെ തന്നെ കഞ്ചാവ് നിയമവിധേയമാണ്. നമ്മുടെ നാട്ടിൽ കഞ്ചാവ് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്റ്റലിൽ ഇത് ആരാണ് ഇത്രയധികം കഞ്ചാവ് കടത്തിക്കൊണ്ട് വന്നത്, ആരാണ് ഇതിൻ്റെ വാഹകർ, കാരിയേഴ്സ് എന്നൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇനി കേരളത്തിലെ ഏതൊക്കെ ക്യാമ്പസുകളിൽ ഇത്തരം അപകടങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്കറിയില്ല. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയമൊക്കെ നിരോധിച്ചു വെച്ച് നമ്മൾ നന്നാക്കി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളൊക്കെ ഈ വഴിക്ക് തിരിയുന്നുവെന്നും പോലും സംശയം തോന്നാം. കാരണം വിദ്യാർത്ഥി സംഘടനകൾ സജീവമായിരുന്ന ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികൾ മടിച്ചിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഉത്തരവാദപ്പെട്ട KSU, SFI തുടങ്ങിയ വിദ്യാർത്ഥി സംഘടന, MSF ഇങ്ങനെയൊക്കെയുള്ള സംഘടനകളൊക്കെ ഉണ്ടല്ലോ, ഇവരെല്ലാവരും തന്നെ ഇത്തരം കഞ്ചാവ് രോഗികൾക്കെതിരെ അതിശക്തമായി ക്യാമ്പസിൽ സുരക്ഷാ സമിതികൾ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. കാരണം ലഹരി പദാർത്ഥങ്ങൾ ക്യാമ്പസിനുള്ളിലേക്ക് കടത്തുന്നവർ ആരായാലും അവർ ക്യാമ്പസിലേക്ക് കടക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ നശിപ്പിച്ച് കളയുന്ന ഒരു കാര്യം. ചില ആളുകളൊക്കെ, ചില ബുദ്ധിജീവികളൊക്കെ പറയുന്നുണ്ട് കഞ്ചാവ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തലച്ചോറൊക്കെ ഷാർപ്പാവും, നേരെയാകും. ചില നടന്മാർ പറയുന്നത് അഭിനയിക്കാനുള്ള വാസന കൂടും.
സർഗധനരാണെങ്കിൽ അവരുടെ കഴിവ് കുറച്ചുകൂടി രാഗി കൂർപ്പിക്കാൻ കഴിയും. ശുദ്ധ മണ്ടത്തരമാണ്. ഒരുപാട് കഞ്ചാവ് വലിക്കുന്ന ആൾക്കാരെ നേരിട്ട് പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അവരുടെ അനുഭവ സാക്ഷ്യം വെച്ച് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് കഞ്ചാവ് വലിക്കുന്നതിനോടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും മാരകമായ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അതിന് മരുന്ന് ശരീരത്തിലേക്ക് കയറത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നിങ്ങൾ കൊടുക്കുന്ന മരുന്നിന് ശരീരത്തിൽ ഫലം ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപാട് കഞ്ചാവ് വലിക്കുന്ന ആളുകൾക്ക് കുറേയധികം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും, മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അല്ലാതെ അവരുടെ ചിന്തയെ ഷാർപ്പൺ ചെയ്യാനോ ചിന്തയെ നിശ്ചിതമാക്കാനോ ഒന്നും ഈ കഞ്ചാവ് വലിക്കുന്നതുകൊണ്ട് ഉണ്ടാകില്ല എന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. കുട്ടികളിൽ ആരെങ്കിലും കഞ്ചാവ് കൈവശം വയ്ക്കുകയോ കഞ്ചാവ് ചെടികൾ നട്ടുവളർത്താൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ കർക്കശമായ നടപടിയെടുക്കാൻ ഈ സ്കൂൾ കോളേജ് അധികൃതർക്ക് ആകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിലെ ഈ അനുഭവം യഥാർത്ഥത്തിൽ വലിയൊരു ഒരു ഐ ഓപ്പണറാണ്. മറ്റുള്ള ക്യാമ്പസുകളിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന കാര്യം തീർച്ചയായിട്ടും സംസ്ഥാന എക്സൈസ് വകുപ്പ് പരിശോധിക്കട്ടെ. അതുപോലെ ക്യാമ്പസിൽ PTA പേരൻസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ അതിശക്തമായി പ്രവർത്തിക്കേണ്ട ഒരു കാലമായിരിക്കുന്നു. കാരണം കുട്ടികളെ കണ്ണുവെട്ടിച്ച് മാഫിയ സംഘം കൈക്കലാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ആസുര കാലത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന കാര്യം മറന്നുകൂടാ. ഹോളി ആഘോഷത്തിനും ഓസ്ലെ ആഘോഷത്തിനും ഒക്കെ തന്നെ ഈ ഇത്രയധികം കഞ്ചാവ് സൂക്ഷിച്ചു വെച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അതിശക്തമായ നടപടിയെടുക്കണം. എന്ന് മാത്രമല്ല, ഈ കുട്ടികൾക്ക് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുമായിട്ടോ കക്ഷി രാഷ്ട്രീയക്കാരുമായിട്ടോ ബന്ധമുണ്ടെന്നതിൻ്റെ പേരിൽ അവരെ സംരക്ഷിക്കാൻ ആരും മുന്നോട്ട് വരരുത് എന്നുകൂടി ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇപ്പോൾ അമൽ സുരേന്ദ്രൻ വീണ്ടും ചേരുകയാണ്. അമൽ സുരേന്ദ്രൻ, ഇതിൽ ആരാണ് ഈ കഞ്ചാവ് ക്യാമ്പസിനുള്ളിലേക്ക് കടത്തിയത് എന്ന കാര്യത്തിൽ എന്തെങ്കിലും അറിവ് പോലീസിനോ എക്സൈസിനോ കിട്ടിയിട്ടുണ്ടോ? പോലീസിന് വ്യക്തമായി ഈ വിഷയത്തിൽ ധാരണ ലഭിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പോലീസും ഡാൻസ് ഓഫും ചേർന്നാണ് ഈ ഒരു പരിശോധന നടത്തിയത്. സംയുക്തമായ പരിശോധനയായിരുന്നു. ആരാണ് ഈ ക്യാമ്പസിനുള്ളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ഇത്രയധികം വ്യാപകമായ കഞ്ചാവ് പാക്കറ്റുകൾ നൽകിയത് എന്നതിനെക്കുറിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള ധാരണകൾ ലഭിച്ചിട്ടുണ്ട്. അതേ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഡാൻസ് ഓഫും പോലീസും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത്രയും ബൾക്ക് ഓർഡറായിട്ടുള്ള കഞ്ചാവ് ഇവിടെ എത്തിച്ചത് വെറുതെ ഉപയോഗത്തിന് മാത്രമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഹോളി ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ക്യാമ്പസിനുള്ളിൽ അല്ലെങ്കിൽ ക്യാമ്പസ് ഹോസ്റ്റലിനുള്ളിൽ ലഹരിയുടെ ഉപയോഗമുണ്ട് എന്ന വിവരത്തെ തുടർന്നാണ് പോലീസ് ഇവിടെ പരിശോധനയ്ക്ക് ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയൊക്കെ എത്തുന്നത്.